ओम शांति। बाबदादा मधुबन प्रभात मुरली 26/7/22। बेटे बच्चे डबल सरताज बनने के लिए, डबल हिंसा छोड़ने के लिए, अननोन वारियर्स बन माया दुश्मन पर जीत पानी ബാബ പഠിപ്പിക്കുകയാണ്. മധുരമായ കുട്ടികളെ, ഡബിൾ കിരീടധാരി ആകുന്നതിനെ ഡബിൾ ഹിംസ ഉപേക്ഷിക്കും. ഡബിൾ കിരീടധാരി ആകുന്നതിന് വേണ്ടി ഡബിൾ ഹിംസ ഉപേക്ഷിക്കണം. അൺനോൺ വാരിയേഴ്സായി മാറി മായയാകുന്ന ശത്രുവിലെ വിജയം നേടണം. അൺനോൺ വാരിയേഴ്സായി മാറി മായയാകുന്ന ശത്രുവിലെ വിജയം നേടണം. ചോദ്യം: छोटा मुख और बड़ी बात, यह कहावत किसके लिए और क्यों प्रसिद्ध? ചെറിയ വായ വലിയ കാര്യം, ചെറിയ വായ വലിയ കാര്യം. ഈ ചൊല്ല് ആരെ കുറിച്ചാണ്, എന്തുകൊണ്ടാണ് പ്രശസ്തമാണ്? ഉത്തരം: യഹ് കഹാവത്ത് പരമാത്മാ കെ ലിയെ, ഈ പറച്ചിലെ പരമാത്മാവിനെ കുറിച്ചാണ്. കൈസെ വഹ് സാധാരണ ധൻ में बैठ इस छोटे मुख से तुम्हें बड़ी बड़ी बातें सुना. ബാബ എങ്ങനെയാണ് ഈ സാധാരണ ശരീരത്തിൽ ഇരുന്ന് ഈ ചെറിയ വായിലൂടെ വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കും. ഗരീബ് നിവാസ് ബാബ തുമേ ഗരീബ് സെ സാഹുക്കാർ ബനാ ദേ. ഗരീബ് നിവാസായ ബാബ, പാവങ്ങളുടെ കൂട്ടുകാരനായ ബാബ നിങ്ങളെ ദരിദ്രരിൽ നിന്നും ധനവാന്മാരാക്കി മാറ്റുകയാണ്. തും ബച്ചേ ഭി കാത്തെ ഹോ ഹം ജബർദസ്ത് വാരിയേഴ്സ്. കുട്ടികളായി നമ്മളും ആളുകളോട് പറയുന്നത് ഞങ്ങൾ അതിശക്തരായ യോദ്ധാക്കളാണ് എന്നാണ്. ഹം രാവൺ പർ ജീത്ത് പാക്കർ സാരെ വിശ്വ പർ സ്വർഗ की സ്ഥാപന കരും. ഞങ്ങൾ ഈ രാവണനിൽ വിജയം നേടി ഈ ലോകത്തെ മുഴുവൻ സ്വർഗത്തെ സ്ഥാപിക്കുകയാണ്. तो यह भी जैसे छोटा मुख बड़ी बात. അപ്പോൾ ഇതും വായി ചെറുതും വലിയ കാര്യം അതുപോലത്തെ ഒരു കാര്യമാണ്, വലിയ കാര്യമാണ്. മനുഷ്യ ഇൻ ബാത്തോं को सुनकर हंसते हैं, समझ नहीं सकते. മനുഷ്യർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കും, അവർക്ക് മനസ്സിലാവും. തുമാരി ജൈസി ബാത്തേं करना किसको आएगा भी. നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ആരാലും സാധിക്കില്ല. അതായത് ഭഗവാൻ വളരെ ഒരു സാധാരണ ശരീരത്തിൽ വന്നിട്ട് വെറും സാധാരണ മനുഷ്യരെ കൊണ്ട്, വെറും പാവങ്ങളായ മനുഷ്യരെ കൊണ്ട് ഈ ലോകത്തെ മാറ്റിമറിക്കുകയാണ്. പറഞ്ഞു നമ്മളത് പറയുന്നു ആളുകളോട്, ചെറിയ വായിൽ വലിയ കാര്യം പറയും. വലിയ വലിയ ആളുകളല്ലേ പറയും, സാധാരണ മനുഷ്യരാണ് ഈ പറയുന്നത്. ഞങ്ങൾ വലിയ യോദ്ധാക്കളാണ്, ഞങ്ങൾ ദൈവമാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങൾ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഭൂമിയെ സ്വർഗമാക്കാണ്, ഈ രാവണനെ ഞങ്ങൾ വധിക്കും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചിരി വരും. വലിയ വലിയ ഗുരുക്കന്മാരൊക്കെയാണ് പറയുന്നതെങ്കിൽ പിന്നെ ആൾക്കാരെ ശ്രദ്ധിച്ചു, ഈ സാധാരണക്കാര് എന്തൊക്കെയാണ് പറയുന്നത്. ബാബ പറയാണ്, അതുകൊണ്ടാണ് ഈ ചൊല്ലുള്ളത് ചെറിയ വായ വലിയ വാക്ക്. ഗീതം ആഖിർ ബഹദിൻ ആയ ആജ്, അവസാനം ആ ദിവസം വന്നു. ഓം ശാന്തി. बच्चों ने गीत सुना और अर्थ भी समझा, निश्चय भी बैठा की जिसे पतित पावन कहा जाता है वह बाबा अब आया. കുട്ടികൾ ഈ പാട്ട് കേട്ടു, അതിനർത്ഥവും മനസ്സിലാക്കി. നല്ല നിശ്ചയത്തിലിരിക്കുകയാണ്. പതിത പാവൻ എന്ന് വിളിക്കുന്ന ആള് ബാബ ഇപ്പോൾ ഇവിടെ വന്നു, ഈ ഭൂമിയിൽ വന്നു. അവസാനം ആ ദിവസം വന്നു. പതിത പാവൻ കെ സാത്ത് ഗരീബ് നിവാസ് അക്ഷർ ബി ആ ജാത്ത. പതിത പാവനന്റെ കൂടെ ഗരീബ് നിവാസ് എന്നുള്ള വാക്കുകൂടെ ഒന്ന് ചേർന്നു. ഈ സമയം സാരി ദുനിയ നരകെ, ഈ സമയത്ത് ലോകം മുഴുവൻ നരകമാണ്. ഗരീബ് ബി ബഹുത്ത്, ദരിദ്രര് ധാരാളമാണ്. സാരി സൃഷ്ടി ഹി ഗരീബ്. ബാബ പറഞ്ഞു യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ഇന്ന് ദാരിദ്ര്യത്താണ്. നന്മകളുടെ ദാരിദ്ര്യമുണ്ട്, ഭക്ഷണ ദാരിദ്ര്യമുണ്ട്. എല്ലാവരും വേണം വേണമെന്ന് പറയും. വേണം വേണമെന്ന് പറയുന്നത് ദരിദ്രം. ലോകം മുഴുവൻ ഇന്ന് ദാരിദ്ര്യം. ഐസാമത് ശ്രമിച്ചോ റഷ്യ അമേരിക്ക സാഹുക്കാർക്ക് റഷ്യയും അമേരിക്കയൊക്കെ പണക്കാരാന്ന് വിചാരിക്കരുത്, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ജാനത്തെ ഹെ ഇനോക്കെ പാസ് ജോ കുച്ച് തോടാ ഹി വഹ് സ്വർഗ കി ബണ്ട് മേ കുച്ച് ഭി നഹി. നമുക്കറിയാം അവരുടെ കയ്യിൽ അവശേഷിക്കുന്നത് സ്വർഗവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലെ ശ്രീ നാരായണന്റെ കൊട്ടാരത്തിന്റെ ഒരു വാതിലിന്റെ വില പോലും അമേരിക്ക തൂക്കിവിട്ടിട്ടുണ്ട്. ബൽ സബി സാധൻ വൈഭവ് ഇക്കട്ടാ കിയാ ജായേ തോ ഭി സ്വർഗ കെ ബണ്ട് മേ കുച്ച് നഹി. കാര്യം അവിടുത്തെ വൈരങ്ങളും പവിഴങ്ങളും എന്താണ്, അപവിത്രതയില്ലാത്ത ധനികളിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ വൈരങ്ങളാണ്. ഇന്നത്തെ വിലയായിട്ട് നോക്കുമ്പോൾ താരതമ്യങ്ങൾക്ക് അതീതമാണ്.
അങ്ങനത്തെ അനേക രത്നങ്ങളാണ് ഓരോ വാതിലുകളിൽ പതിച്ചു വെച്ചിരിക്കുന്നത്. ഉണ്ടാക്കിയിരിക്കുന്നത് തനി സ്വർണം. ബാബ പറയാണ് ഇവിടെ എന്തെല്ലാം സാധനങ്ങളും വൈഭവങ്ങളും കൂട്ടിവെച്ചാലും സ്വർഗവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതൊന്നുമല്ല. ചൈന ഇത്തന മിൽക്കിയത് പൗണ്ട് സോന ഖരീദ് സക്തേ ഹെ. ഇങ്ങനെയൊക്കെ എഴുതാറുണ്ട്. ചൈനയ്ക്ക് ഇത്രയും ലക്ഷം പൗണ്ട് സ്വർണം വാങ്ങാൻ പറ്റും എന്നൊക്കെ എഴുതാറുണ്ട്. ഐസേത്തോ അമേരിക്ക ബി ബഹുത്ത് സാഗർ. അങ്ങനെ അമേരിക്കയൊക്കെ വലിയ പണക്കാരാണ്. परंतु तुम बच्चे जानते हो हमारी जो राजधानी अथवा स्वराज्य स्थापन हो रहा है उनके आगे तो यह कुछ भी नहीं. എന്നാൽ നമുക്കറിയാം നമ്മുടെ രാജധാനി അഥവാ നമ്മുടെ സ്വരാജ്യം സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതിന്റെ മുമ്പില് ഈ ഒന്നുമല്ല. അമേരിക്കയും റഷ്യയും ചൈനയും ജർമ്മനിയും ബ്രിട്ടനും എല്ലാം കൂടി ചേർത്ത് വെച്ചാലും ബാബ പറയാണ് സ്വർഗത്തിന് മുമ്പിൽ ഒന്നുമല്ല. ഇത്തനാ സബ് ഹോത്തേ ബി ഗരീബ്. അവർക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, എന്നിട്ടും ദരിദ്രരാണ്. സ്വർഗക്ക് വേണ്ടുമേം സാരി വിശ്വക്ക് ഗരീബ്. സ്വർഗവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ലോകം മുഴുവൻ ദാരിദ്ര്യം. സ്വർഗത്തിന്റെ പ്രത്യേകത എന്താ? അവിടെ ആർക്കും ഇച്ഛകളില്ല. വേണം എന്നൊരു വിചാരം. എനിക്കത് വേണം എന്ന് പറയുമ്പോൾ ഒരു ഇച്ഛയുണ്ട്. ഇച്ഛയുള്ളവരൊക്കെ യാചകരാണ്, ദരിദ്രൻ. ഇസ് ബാബുക്കാ നാം ഹി ഹെ ഗരീബ് നിവാസ്. ബാബയുടെ പേര് തന്നെ എന്താണ്? ഗരീബ് നിവാസ്. ഭാരതീയ സ്വർഗമേ കിത്തന ധനവാൻ. ഈ ഭാരതം സ്വർഗത്തിൽ എത്ര സമ്പന്നമായിരുന്നു. വേണ്ടിക്ക് ബാബ താരതമ്യപ്പെടുത്താണ്. അഭിത്തോ ക്യാ ഹാലത്ത് ഹെ. ഇപ്പോൾ ഭാരതത്തിന്റെ ഗതി എന്താണ്? ബാബ ഗരീബ് നിവാസ് തുമാരെ സാമനെ ബൈഠെ ഹെ और तुमको स्वर्ग का वर्षा देने आए. ആ ഗരീബ് നിവാസായ ബാബ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ബാബ സ്വർഗത്തിന്റെ സമ്പത്ത് നൽകാൻ വന്നിരിക്കുകയാണ്. തും ജാൻതേ ഹോ ബാബ ഹംകോ കിത്തന സാഹൂക്കാർ ബനാത്തെ. നമുക്കറിയാം ബാബ നമ്മളെ എത്ര സമ്പന്നമാക്കി മാറ്റി. ഹം മഹാരാജ മഹാറാണി കിത്തനെ സാഹൂക്കാർ ഹോത്തെ. നമ്മൾ മഹാരാജ മഹാറാണികൾ, സത്യത്തിലെ മഹാരാജ മഹാറാണിമാര് എത്ര സമ്പന്നരായി. ഭക്തി മാർഗമേ കിത്തനെ ആലീശാൻ മന്ദിർ ബനാ. ദ്വാപരയുഗത്തിലെ ഭാരതത്തിന്റെ അമ്പലങ്ങളും ഇന്നും സയൻസിന് പിടികിട്ടുന്നില്ല. ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? നിലത്ത് മുട്ടാത്ത ക്ഷേത്രങ്ങളുണ്ട്. അല്ലെ, ടൺ കണക്കിന് ഒറ്റ പാറയൊക്കെയാണ് മോളിൽ കൊണ്ടുപോയിരിക്കുന്നത്. ഇതെങ്ങനെ കൊണ്ടുപോയിന്ന് അവർക്കൊരു പിടി കിട്ടുന്നില്ല. അത്രയും സമ്പത്ത് വരുന്നുണ്ട്. അപ്പൊ ബാബ പറയാണ് ഭക്തിമാർഗത്തിൽ പോലും എത്ര അമ്പലങ്ങളാണ്. ബാബ ഗരീബ് നിവാസ് നാം തോ ശോഭദാഹ്യന. അപ്പോൾ ബാബ ഇപ്പോൾ ആരുടെ കൂടെയാണ് ഈശ്വരനിരിക്കുന്നത്? വെറും പാവങ്ങളായി മനുഷ്യരുടെ കൂടെ. അല്ലെ, നമ്മുടെ ദേവലോകവും പോയി, നമ്മുടെ അമ്പലങ്ങളും പോയി, ഒന്നും ഇല്ലാതെ ഇരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ബാബ പറയാണ് അത് നല്ലൊരു വാക്കാണ്, ഗരീബ് നിവാസ്. വഹ് ഹൈഹി നയി ദുനിയ. ആ ലോകം തികച്ചും പുതിയ ലോകമാണ്. യഹ് പുരാനി ദുനിയ. ഈ ലോകം പഴയ ലോകമാണ്. സമച്ചിത്തേഹെ പുരാനി ദുനിയാക്കെ മനുഷ്യ ക്യാ ഹോ ഗയേ. അല്ലെ, ഈ പഴയ ലോകത്തിലെ ആളുകൾ എന്തായി മാറിയിരിക്കുകയാണ്? സ്വർഗത്തുകോ സുഖക്ക ഭണ്ഡാര. സ്വർഗമാണെങ്കിലോ സുഖത്തിന്റെ ഭണ്ഡാരമാണ്. ദുനിയാക്കോ ബദലനെ വാലാ ഹേ നാ. അപ്പോൾ ഈ ദുഃഖത്തിന്റെ ലോകത്തെ മാറ്റുന്ന ആരെങ്കിലും വേണമല്ലോ. കൈസേ ബദലത്തെ. എങ്ങനെയാ മാറ്റുന്നത്? വഹബി അഭിത്വം ജാൻതെ. അതും ഇപ്പോൾ നമുക്കറിയാം. അല്ലെ, ആ ഉയർന്നിരുന്ന പവിത്രമായിരുന്ന ദേവതാത്മാക്കൾ പതിതമായി പോയി, താണുപോയി. അവര് പാവനമായി. അവര് വീരുമ്പോൾ ബാബ പറയുന്നു താനേ ഈ ലോകം ഉയർന്നു. അപ്പൊ ഇതൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ ജഗഡ ലഡായി ആദിക്ക് ബാത്തനായി. ഈ ലോകം മാറ്റാൻ വേണ്ടിയിട്ട് ബഹളമോ യുദ്ധമോ ഒന്നുമില്ല. ഗീതാമേ കൃഷ്ണാക്ക നാം ദേദിയ. ആ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ദുനിയാക്കോ പൾട്ടനെ വാല കൃഷ്ണത്തോ ഹോന ഹി സക്ത. ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ശ്രീകൃഷ്ണന് സാധ്യമല്ല. ദുനിയാക്കോ പൾട്ടാനെ വാലേക്കോ ഗോഡ് കഹാ ജാതാ ഹേ. ഈ ലോകത്തെ മാറ്റുന്ന ആളാരാണ്? ഗോഡ്. ദൈവത്തിന് മാത്രമേ സൃഷ്ടിസ്ഥിതി സംഹാരം എന്നുള്ള കർത്തവ്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ബാബ പറയാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് ഗോഡാണ്. അഭിത്തും സമുച്ചിത്തേഹോ ബാബ ഹമൻ ക്യാസെ ക്യാ ബനാ രഹാ ഹേ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ബാബ നമ്മളെ എന്തിൽ നിന്നും എന്താക്കി മാറ്റിയിരിക്കുകയാണ്. വെറും സാധാരണക്കാര്, ഒന്നും അറിയാത്തവര്, ഒരു മാറ്റം കൊണ്ടുവരാൻ ശക്തിയില്ലാത്തവര്, കെൽപ്പില്ലാത്തവര്, അങ്ങനെയുള്ള ആളുകളെ പിടിച്ച് ബാബ നമ്മളെ കൊണ്ട് ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹം തോ കുച്ച് ഭി നഹീ ജാൻതേ ഥേ. ബ്രഹ്മബാബ പറയാണ് നമുക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ബരോബർ ഹം വിശ്വക്കെ മഹാരാജ മഹാറാണി ബനത്തെ. ബാബ പറയാണ് തീർച്ചയായിട്ടും നമ്മൾ വിശ്വത്തിന്റെ മഹാരാജ മഹാറാണി ആവുകയാണ്. നാം ഹി ഹേ ഗോൾഡൻ ഏജ് സോനയ്ക്ക് ദുനിയ. ആ ലോകത്തിന്റെ പേര് തന്നെ എന്താണ്? ഗോൾഡൻ ഏജ്. സ്വർണ്ണ ലോകമാണ്, സുവർണ ലോകമാണ്. ദ്വാരകാക്കോ ബി സോനയ്ക്ക് കാത്തേ. ദ്വാരകയും സ്വർണ്ണദ്വാരക എന്ന് വിളിക്കാറുണ്ട്. ദ്വാരക മാന സാരാ ഷഹർ സോനേക്ക. ദ്വാരക എന്ന് പറയുമ്പോൾ എന്താണ്? ആ നഗരം മുഴുവൻ സ്വർണത്തിൻ്റെതാണ്. तो जरूर इतना अदाह धन होगा बच्चों ने साक्षात्कार भी किया है. അപ്പോൾ തീർച്ചയായിട്ടും അളവറ്റ ധനം അവിടെ ഉണ്ടായി. കുട്ടികൾക്ക് അതിന്റെ സാക്ഷാത്കാരവും കിട്ടിയിട്ടുണ്ട്.
बाबा कहते हैं जितना तुम आगे जाएंगे उतना घड़ी घड़ी साक्षात्कार हो. ബാബ പറയാണ് നിങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നു അത്രയും നമുക്ക് അടിക്കടി സാക്ഷാത്കാരങ്ങൾ വന്നു. अपने देश के नजदीक आते हैं तो दिल में आता है कि अभी हम जाकर पहुंच जाएंगे. നമ്മുടെ ആ ദേശത്തിന് അടുത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ വരും നമ്മളിപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞു. അതായത് പുതിയ ലോകത്തിലേക്ക് അടുത്തടുത്ത് വരുമ്പോഴേക്കും നമുക്ക് തെളിഞ്ഞു വരും, സാക്ഷാത്കാരങ്ങൾ വരാൻ തുടങ്ങും. तुम जानते हो यह लड़ाई भी जरूर लगेगी तब तो पुरानी दुनिया का विनाश होगा. ഇത് നമുക്കറിയാം, ഇവിടെ ആ യുദ്ധം നടക്കും. കഴിഞ്ഞ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധം ഇവിടെ വീണ്ടും നടക്കും. അതിലൂടെയാണ് ഈ പഴയ ലോകത്തിന്റെ വിനാശം. ജയ്സെ ദേഖോ ഡൽഹി പുരാനി ഥി അബ് നയി ബനായി. പറഞ്ഞു ഡൽഹി ഓൾഡ് ഡൽഹി ആയിരുന്നു, ഇപ്പോൾ അത് പുതിയതാക്കി. തും തോ ജാനത്തെ ഹോ യഹ് സാരി ദുനിയ ഖബറിസ്ഥാൻ ഹേ ഫിർ പരിസ്ഥാൻ ബന്നാ ഹേ. നമുക്കറിയാം ഈ ലോകം മുഴുവൻ ഇന്ന് ശ്മശാനമാണ്, ചുടലയായി മാറി. എല്ലാവരും ദേഹബോധത്തിലാണ്, എല്ലാവരും ദേഹസുഖത്തിലാണ്, എല്ലാവരും ദേഹങ്ങളെ ബന്ധുക്കളായി കരുതുന്നു, ശത്രുക്കളായി കരുതുന്നു. ദേഹത്തെ കൊല്ലാൻ വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇത് ചുടലയാണ്. ഈ ചുടല ബാബ പറയാണ് ഇന്ദ്രപ്രസ്ഥമായി മാറും. ബാബ ഹംകോ നയി ദുനിയാക്ക വർഷ ദേ രഹാ ഹി. ബാബ നമുക്ക് പുതിയ ലോകത്തിന്റെ സ്വത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഭാരത് കാ ആജ് വഹ് ദിൻ ആയാ ഹി ജോ ഗരീബ് ഭാരത് കോ അബ് സേ സ്വർഗ് കി ബാദ്ഷാഹി മിൽത്തി ഹി. ഭാരതത്തില് വീണ്ടും ആ ദിവസം വന്നു കഴിഞ്ഞു. ഈ ദരിദ്രമായ ഭാരതത്തെ ബാബ സ്വർഗത്തിന്റെ സാമ്രാജ്യം കൊടുക്കാൻ പോകാൻ. നയി ഡൽഹി തോ സാരി നഹീം കഹേഗി നയി ദുനിയാമേ നയി ഡൽഹി. ബാബ പറയാണ് ഈ ഡൽഹിയെ പുതിയ ഡൽഹി എന്ന് എല്ലാം പറയാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. പുതിയ ലോകം വരുമ്പോഴാണ് പുതിയ ഡൽഹി വരുന്നത്. ഗാന്ധിജി കാത്തേത്തെ അഥവാ അബീബി കാത്തേക്ക് രാമരാജ്യം. മഹാത്മാഗാന്ധി എപ്പോഴും പറഞ്ഞിരുന്നത് എന്താ, നമുക്ക് രാമരാജ്യം വേണം. ഇപ്പോഴും പറയുന്നുണ്ട് രാമരാജ്യം. തോ സമझाना चाहिए ജരൂർ അഭി രാവൺ രാജ്യം. അപ്പോൾ നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, രാമരാജ്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രാവണ രാജ്യമാണ്. ഫലാന സ്വർഗബദ്ധാൻ. ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇന്നാൾ സ്വർഗത്തിൽ ജരൂർ നരകമേ എന്താ അബദ്ധ സ്വർഗമേ. അപ്പൊ തീർച്ചയായിട്ടും ഒരു നരകത്തിലായിരുന്നു, അതുകൊണ്ടാണ് സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നത്. സ്വർഗമേ അക്ഷരം നഹിയും കഴിയും. സ്വർഗത്തിൽ ഒരാൾ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോയി എന്ന് പറയും, നരകത്തിൽ പോയെന്നും പറയും. അല്ലെങ്കിൽ അവർക്ക് നരകത്തെ കുറിച്ച് അറിവില്ല, അവർ ജനിക്കുന്നതൊക്കെ സ്വർഗത്തിൽ തന്നെയാണ്. അപ്പൊ ബാബ പറയാണ്, ആളുകളോട് പറയുക, നിങ്ങൾ സ്വർഗത്തിൽ പോയി എന്ന് പറയുമ്പോൾ അതിൽ നിന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, ഇത് നരകമാണ്. ജൈസെ സ്വർഗക്കോ യാദ് കർണാഹി വൈസെ ബാബക്കോ യാദ് കർണ. ബാബ പറയാണ്, ഇവിടെ നമ്മൾ സ്വർഗത്തെ ഓർമ്മിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം, ബാബയെ നിരന്തരം ഓർമ്മിക്കണം. അപ്പൊ ഈ മർത്തേഹത്തോ കത്തെ ഹെവൻലി അബോർഡ്. ആരെങ്കിലും മരിക്കാറെങ്കിൽ പറയുന്നതാണ് ഹെവൻലി അബോർഡ്, സ്വർഗസ്ഥനായി എന്ന് പറയാറുണ്ട്. ഉസ് ഹെവൻമേ കോൻസാ ധർമ്മ നിവാസ് കർത്താഹി. ആ സ്വർഗത്തിലെ ഏത് ധർമ്മമായിരുന്നു? ഗോഡ് ഫാദർ ഹി ഹെവൻ സ്ഥാപനം കർത്തേ. ദൈവമാണ്, ഗോഡ് ഫാദർ ആണ് ആ സ്വർഗത്തെ സ്ഥാപിക്കുന്നത്. തും ദേഖത്തെ ഹോ കി ബൈഡേ കൈസേ സാധാരണ രീതി. അപ്പൊ ഇത് എത്ര വലിയ കാര്യം പറയുന്നത്, ഗോഡാണ് പറയുന്നത്. പുതിയ ലോകം വരാൻ പോവുകയാണ്, സ്വർഗം വരാൻ പോകാണ്. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ആൾ ഇരിക്കുന്നത് ഒരു സാധാരണ ശരീരത്തിലാണ്. രാമക്കെ രാസുക്കോ തുംഹി ജാനത്തെ. പക്ഷെ ഈ സാധാരണ ശരീരധാരി ആരാണ്? എന്തുകൊണ്ടാണ് ബാബയ്ക്ക് ഒരു സാധാരണ ശരീരത്തിൽ വരേണ്ട വരുന്നത്? ഈ രഹസ്യങ്ങളെല്ലാം, ഈ ഡ്രാമയുടെ രഹസ്യങ്ങളെല്ലാം കുട്ടികൾക്ക് അറിയാം. ജോ സീൻ ജിസ് സമയം ചലത്തി ഹെ ഫിർ ബാദ് മേ റിപ്പീറ്റ് ഹോത്തെ ഹെ. ഏത് ദൃശ്യമാണോ ഈ സമയത്ത് നാടകത്തിൽ നടക്കുന്നത് അത് പിന്നീട് ആവർത്തിക്കപ്പെടും. ഒരു 5000 വർഷം ബാദ് റിപ്പീറ്റ്. എപ്പോഴാണ് ആവർത്തിക്കുന്നത്? വീണ്ടും 5000 വർഷം വരുമ്പോൾ ഇതുപോലൊരു മഹാഭാരത യുദ്ധത്തിന്റെ വേദി ഒരുങ്ങും. ഭഗവാൻ ഭൂമിയിൽ വരും. വരുന്നത് സാധാരണക്കാരുടെ ഒരു ശരീരത്തിലാണ്, പഠിക്കുന്നതും സാധാരണക്കാരാണ്. ക്രൈസ്തോ ക്രോസ് പർ ചടായ പാശുഹോഗെ. ക്രിസ്തുവിനെ കുരിശിൽ കയറ്റി, അത് കഴിഞ്ഞു പോയ കാര്യം. വേൾഡ് കി ഹിസ്റ്ററി ജോഗ്രഫി ജോ ഫിർസെ റിപ്പീറ്റ് ഹോ. ബാബ പറയാണ്, ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം ആവർത്തിക്കും. എല്ലാ 5000 വർഷത്തില് ഒരു 2000 വർഷം കഴിയുമ്പോൾ ക്രിസ്തുവിനെ കുരിശിൽ കയറ്റി. അവർ അതൊക്കെ ഉണ്ടാവും. ക്രിസ്ത്യൻ ധർമ്മം നഹി ഹോഗ ഫിർസെ ക്രൈസ്റ്റാക്കർ സ്ഥാപൻ കരേ. ക്രൈസ്തവ ധർമ്മം ഇവിടെ ഇല്ലായിരുന്നു, ക്രൈസ്തവ ധർമ്മം സ്ഥാപിച്ചു. ഏക ബാധ്യം സിവായെ തുമാരെ അവർ കൊയ്ക്ക് ബുദ്ധിമേ നഹി. ഈ കാര്യങ്ങള് നമ്മുടെ ബുദ്ധിയിലല്ലാണ്ട് ആളുകളുടെ ബുദ്ധിയിൽ, ആരുടെ ബുദ്ധിയിലും. ബാബ കഹത്തെ ഹെ मैं फिर से 5000 വർഷ बाद രാജയോഗ സിഖലാനെ ആയാ. ബാബ പറയാണ്, ഞാൻ വീണ്ടും 5000 കൊല്ലങ്ങൾക്ക് ശേഷം രാജയോഗം പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. ടീച്ചർ കഹേങ്കെ ഹം തുമക്കോ സൃഷ്ടിക്ക് ആദിമധ്യന്തക്കാരാ സുനാ രഹാ. ടീച്ചർ എന്താണ് പറയുന്നത്? ഞാൻ സൃഷ്ടിയുടെ ആദിമധ്യാന്തം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്, അതിന്റെ രഹസ്യം മനസ്സിലാക്കി തരികയാണ്. ഏഹ് നോളജ് സിവായ പരംപിത പരമാത്മാക്ക് കൊയ്യുന്ന. ഈ അറിവ്, ഈ ആവർത്തനത്തിന്റെ അറിവ്, ഈ ഡ്രാമയെ കുറിച്ചുള്ള അറിവ്, ഈ ആത്മലോകത്തെ കുറിച്ചുള്ള അറിവ്, അനേക കോടി കഥാപാത്രങ്ങളെ കുറിച്ചുള്ള അറിവ്, അതിലൊരു പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ്,
ഇത് പരംപിത പരമാത്മാവിനല്ലാതെ ആർക്കും നൽകാൻ സാധ്യമല്ല. ഏത് ബാധ്യ ശാസ്ത്രമെനഹി, ഈ കാര്യങ്ങള് ശാസ്ത്രങ്ങളിലില്ല. ഏത് ഈ സമുച്ചിതത്തോടെ ഈ അവരിത് മനസ്സിലാക്കുന്നുമില്ല. ക്രൈസ്റ്റ് 3000 വർഷ ബാധായി ക്രിസ്തുവിനും വരും, 3000 കൊല്ലം കഴിയുമ്പോൾ വരും. അഭി 2000 വർഷ ഹുവാഹെ തോ 5000 വർഷ കാ ഹിസാബ് ഗുന. ഇപ്പോൾ 2000 വർഷമായി ക്രിസ്തു വന്നിട്ട് അപ്പോൾ 5000 വർഷത്തിന്റെ കണക്കായില്ലേ. പരന്തു കിസ്കി ബുദ്ധിമേയും വാഴ്ത്താൻ, പക്ഷെ ഇതൊന്നും ആരുടെയും ബുദ്ധിയിൽ കയറുന്നു. തും ബച്ചെ ജനത്തെ ഹോക്കി വെറുതെ സ്വർഗ സ്ഥാപനം ഹോ രഹാ. കുട്ടികളായി നമുക്കറിയാം വീണ്ടും ആ സ്വർഗത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. കൊയ് ലഡായി അതിനഹി. അപ്പൊ ഈ സ്വർഗം സ്ഥാപിക്കാനായിട്ട് യുദ്ധം വല്ലതുണ്ടോ? ഒരു യുദ്ധവും. ബാബ ഹിംസോ തൊടഹി കണ്ടായി. ഒരിക്കലും അച്ഛൻ വന്നിട്ട് നമ്മളെ കൊണ്ട് ഹിംസ ചെയ്യിപ്പിക്കത്തില്ല. തും ബാപ്പ ദ്വാര ഡബിൾ അഹിംസക് ബൻ ഡബിൾ സൃത്താജ്ധാരി ബൻ രഹി. നമ്മള് ബാബയിലൂടെ ഡബിൾ അഹിംസകരായി മാറി, ഡബിൾ സൃത്താജ്ധാരി, ഡബിൾ കിരീടധാരികളായി മാറി. അല്ലെ, അച്ഛന് ഹിംസ പഠിപ്പിക്കില്ല എന്ന് മാത്രമല്ല ഈ ലോകം മുഴുവൻ ഹിംസയുടെ പിടിയിലാണ്. അപ്പോൾ ബാബ വന്നിട്ട് നമ്മളോട് എന്താ പറയുന്നത്? നമ്മൾ സമ്പൂർണ്ണ അഹിംസകരായിട്ട് മാറണം. ബാബാനെ കഹാഹെ കാം മഹാശത്രു. ഏറ്റവും വലിയ ഹിംസയായിട്ട് ബാബ എന്താ പറയുന്നത്? കാമമാണ് മഹാശത്രു. ഉൻകോ ജീതനേസെ തും പവിത്ര ദുനിയാക്കി മാലിക്. ആ കാമത്തെ ജയിക്കുകയാണെങ്കിൽ പവിത്ര ലോകത്തിന്റെ അധികാരിയായി മാറും. ടൈം തോ അബ്ദുവാഹി. ബാബ പറഞ്ഞു സമയം ഇതാണ് അല്ലെ. ബാബ വന്നിരിക്കുന്ന സമയമാണ്, മഹാഭാരത യുദ്ധത്തിന്റെ സമയമാണ്, ഗീതാജ്ഞാനം നൽകുന്ന സമയമാണ്, കലിയുഗം നശിക്കുന്ന സമയമാണ്, പുതിയ ലോകം വരുന്ന സമയമാണ്, നമ്മൾ ബ്രാഹ്മണരായിരിക്കുന്ന സമയമാണ്. ബാബ പറയുന്നത് മാറ്റിവെക്കേണ്ട കാര്യമില്ല, അപ്പൊ പഠിക്കണം. സർക്കംസ്റ്റൻസ് ഇദ്ദേഹത്തെ ജാരഹിയോ, ചുറ്റുപാടും നോക്കിക്കോ. ഏത് ഭാരതിക്ക് ലഡായി 5000 വർഷം പകലെ ലഗി. ഈ വരാൻ പോകുന്ന യുദ്ധം 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധമാണ്. 5000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് പുരാണം അനുസരിച്ച് മഹാഭാരത യുദ്ധം നടന്നത്. വീണ്ടും 5000 വർഷമായി. ബാബ പറഞ്ഞു സൃഷ്ടിയിൽ അതേപോലത്തെ ധർമ്മത്തിന് അതിഗ്ലാനി സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ ഫിർ കിസ്കി വിജയ് ഹുയി. അപ്പോൾ ആ മഹാഭാരത യുദ്ധത്തിൽ ആരുടെ വിജയം നടന്നു? യാദവ് അവർ കൗരവ് ഖലാസ് ഹുയെ. റിസൾട്ട് ക്യാ ഹുയി? യാദവരും കൗരവരും നശിച്ചു. പിന്നെ എന്തായി അതിന്റെ ഫലം? കുച്ച് ദിഖലാത്തെ നഹി. ഒന്നും അത് കാണിക്കുന്നില്ല. ബാപ്പ ആയെ മഹാഭാരത ലഡായിലേക്ക് ഫിർ ക്യാ ഹുവ. ദൈവം ഭൂമിയിൽ വന്നു, മഹാഭാരത യുദ്ധം നടന്നു. ബാക്കിന് പിന്നെ എന്ത് സംഭവിച്ചു? ദിഖാത്തെ പാണ്ഡവകൾ പിന്നെ കാണിച്ചിരിക്കുന്നത് പാണ്ഡവരും ഒരു മലയുടെ മുകളിൽ പോയി മരിച്ചു. കുത്താബി സാധ്യമേ ദേവില്ല. പിന്നെ ഒരു പട്ടിയെ കാണിച്ചാൽ ധർമ്മപുത്രരുടെ കൂടെ ഒരു പട്ടി. സമുച്ചയത്തെ കുറിച്ച് ഇതൊക്കെ വായിച്ചാർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവും. ഈ പട്ടി എന്തിനാ അവസാനം കൊണ്ടിരിക്കുന്നത്? ആർക്കും പിടിക്കും. വേഗത്തെക്കാൾ കിത്തന ബഡ ചക്രകി കിത്തനെ ധർമ്മ. ഇത് പരിധിയില്ലാത്ത എത്ര വലിയ ചക്രമാണ്, ഇതിൽ എത്ര ധർമ്മങ്ങളാണ്. തുമാരി ബുദ്ധിമേ നക്ഷൽമേ സാരാരാസ്. അപ്പൊ നമ്മുടെ ബുദ്ധിയില് ചുരുക്കത്തില് എല്ലാ കാര്യങ്ങളും 5000 വർഷം ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബുദ്ധിയിൽ വരും. പകലെ പകലെ തും ബഹുത്ത് സാഹുക്കാർ. ആദ്യം ബാബ പറയാണ് നിങ്ങൾ വളരെ സമ്പന്നരായിരുന്നു. അബത്തോ ബഹുത്ത് ഗരീബേഹി. ഇപ്പൊ നമ്മൾ വളരെ ദരിദ്രരാണ്. അബിതോ മനുഷ്യ ബഹുത്ത് പഠിക്കെ. കാലത്താണെങ്കിലോ കണ്ടമാന ആളുകളും കൂടി. ആഗ്രഹം തോ ഏത് സമുച്ചത്തെ ഹോന അവർ ബോലത്തെ ബീഹെ സർക്കംസ്റ്റൻസസ് ഐസൈസെ. ആളുകളും മനസ്സിലാക്കുന്നുണ്ട്, പറയുന്നുമുണ്ട്, സാഹചര്യങ്ങളൊക്കെ ഏതോ ഒരു കുഴപ്പത്തിലേക്ക് പോകാണ് അല്ലെ എന്ന് ആളുകൾ പറയുന്നുണ്ട്. तुम यह भी जानते हो हम श्रीमत पर चल ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠ രാജധാനി സ്ഥാപൻ കരേ. ഇത് നമുക്കറിയാം, നമ്മൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് നടന്ന് ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ രാജധാനി സ്ഥാപിക്കുകയാണ്. കൽപ്പ പഹലിമാണ്. ഇത് ആദ്യമായിട്ടാണോ? അല്ല, കഴിഞ്ഞ കൽപ്പത്തിൽ നമ്മൾ ചെയ്തതാണ്. അതേപോലെ തന്നെ ഈ കൽപ്പത്തിലും നമ്മൾ ചെയ്യുകയാണ്. ബഹ് നശ ചടന ചാഹിയന. ബാബ പറയുന്നത് കേട്ടാ പോരാ, ഇതിനൊക്കെ ഒരു ഉത്സാഹം, ലഹരി ഉണ്ടാകും. ഗുപ്ത അൺനോൺ വാരിയേഴ്സ് കാത്തേഹന. ഗുപ്തമായ അൺനോൺ വാരിയേഴ്സ് എന്ന് പറയാറുണ്ട്. तुम वास्तव में सच्चे अननोन हो परंतु വെരി വെൽ നോൺ. ബാബ പറഞ്ഞു യഥാർത്ഥത്തിൽ അൺനോൺ, ലോകം അറിയുന്നില്ല. അങ്ങനെ ഭഗവാൻ വന്നിട്ടുണ്ട്. ഈ ബ്രഹ്മകുമാരിമാര് ബ്രാഹ്മണരാണ്, ഇവര് വാരിയേഴ്സ് ആണ്, യുദ്ധം ചെയ്യുന്നവരാണ്, ഇവര് മായോട് യുദ്ധം ചെയ്യാണ്, ഒരു പുതിയ ലോകത്തെ കൊണ്ടുവരും. ആർക്കും അറിയാൻ പാടില്ല, നമ്മൾ അൺനോൺ വാരിയേഴ്സ്. പക്ഷെ ബാബ പറയാണ് വെരി വെൽ നോൺ ആണ്, നന്നായിട്ട് അറിയപ്പെടുന്നവരുമാണ്. അൺനോൺ വാരിയേഴ്സ് ഇത്തന വെൽ നോൺ ജോ ബഡേ ആദ്മി ഭി ജാത്തെ ഹി ഫൂൽ ചടാൻ. ബാബ പറയാണ് അവര് പറയാം അൺനോൺ വാരിയേഴ്സ്, പക്ഷെ അത്ര വെൽ നോൺ ആണ്. വലിയ വലിയ ആൾക്കാർ പോലും പോയി പൂക്കളിടാറുണ്ട്. തുമ്പി കിത്തനെ വെൽ നോൺ ബൻ. നമ്മളും എത്രയോ അറിയപ്പെടുന്നവരായിട്ട് മാറും. തുമാരെ ഊപ്പർ കിത്തനെ ഫൂൽ ചടായെങ്കിൽ കിത്തനെ മന്ദിർ ബനായി. എത്ര പൂക്കൾ നമ്മുടെ വിഗ്രഹങ്ങളിടും, എത്ര അമ്പലങ്ങൾ നമുക്ക് വേണ്ടി പണി. അപ്പൊ ലോകത്തിന് മുഴുവൻ ലാസ്റ്റ് വ്യക്തമാകും ഈ സാധാരണക്കാരാണ് ലോകത്തെ മാറ്റിയത്. അഭി തുംകോ കൊയ് നഹീം ജാൻതേ ഹി. എന്നാൽ ഇന്ന് നമ്മൾ ആരും അറിയുന്നില്ല. വഹ്തോ ബന്ദൂഖ് ബാജി ആദി സെ മാരെ ജാത്തെ ഹി തും ഭാരത് കോ സ്വർഗ് ബനാ ദേത്തെ ഫിർ തും വിഷ്ണുമാല വ രുദ്രമാല മേ പിരോ ജാते.
അവരാണെങ്കിൽ തോക്കും വെടിക്കൊപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ലോകത്തെ മുഴുവൻ കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിലോ ഈ ഭാരതത്തെ സ്വർഗമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ വിഷ്ണുമാലയിലോ അല്ലെങ്കിൽ രുദ്രമാലയിലോ ആയിട്ട് നമ്മൾ മാറും. परंतु यह भी कोई समझते नहीं कि ശിവശക്തി പാണ്ഡവ സേനാനെ ക്യാ കിയ. എന്നാൽ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല ആ ശിവനെ അവതരിച്ചപ്പോൾ ആ ശിവനിൽ നിന്നും ശക്തി എടുത്ത ഈ ശിവശക്തികൾ ഈ വന്ദേമാതരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരെന്താ ചെയ്തത് ആർക്കറിയും. അബി നഹീം ജാനത്തെ ഹേത്തും ക്യാ കർ. ഇപ്പോഴും അറിയാൻ പാടില്ല എന്താണ് ഈ ബ്രഹ്മകുമാരികൾ ചെയ്തത്. തും കിതനെ ജബർദസ്ത് വാരിയേഴ്സ് ഹോ. നമ്മൾ എത്ര ശക്തരായ യോദ്ധാക്കളാണ്. തുമാരി വാർ കിസ്കെ സാത്ത് ഹേ. ഭാവിക്കാണ് നിങ്ങളുടെ യുദ്ധം ആരുടെ കൂടെയാണ്? രാവൺ കേസ അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ ശത്രു രാവണനാണ്. പുരാണത്തിലും ഏറ്റവും വലിയ ശത്രു രാവണനാണ്. അപ്പൊ നമ്മുടെ യുദ്ധം രാവണനുമായിട്ട്. തും കിസ്കോ കഹേങ്കെ ഹം യുദ്ധക്കെ മൈതാൻ ഭിയത്തോ സുൻകർ ഹസേ. എന്നാൽ നമ്മൾ ആളുകളോട് പറയാണ് ഞങ്ങൾ യുദ്ധ മൈതാനത്തിലാണ്. നേരെ നിൽക്കാൻ വയ്യ, നടുവേദനയാണ്, തലവേദനയാണ്, ഉൾവേദനയാണ്, വയസ്സായി. പക്ഷെ വലിയ വാക്കിൽ എന്താ പറയുന്നത്? ഞങ്ങൾ യുദ്ധ മൈതാനത്തിലാണ്. ആളുകൾ ചിരിക്കും. കാദേഹേന ചോട്ടാമുഖ് പെടിപാത്ത. ഇങ്ങനെ പറയാറുണ്ട് ചെറിയ വായിൽ വലിയ വാക്കുകൾ. हम स्वर्ग की स्थापना कर रहे हैं, तुम्हारे जैसी बातें किसको करने रഹിമായി. നമ്മൾ ഇപ്പോൾ സ്വർഗത്തെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയാണ് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ ആർക്കും സംസാരിക്കാൻ പറ്റില്ല. വേഹത്ത് का बाप आकर इस छोटे मुंह से कितनी बड़ी बातें करते हैं. പരിധിയില്ലാത്ത എല്ലാവരുടെയും അച്ഛൻ ആ അധികാരി വന്നിട്ട് ഈ ചെറിയ വായിലൂടെ എത്ര വലിയ കാര്യങ്ങളാണ് നമ്മൾ കേൾപ്പിക്കുന്നത്. വഹ് കൃഷ്ണ കെ ലിയെ കാത്തെ ഹോങ്കെ മുഖ് ചോട്ടാ ബടി ബാത്. അവർ ശ്രീകൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്, ചെറിയ വായ വലിയ കാര്യം. परंतु कृष्णा तो है ही छोटा. बाबा പറഞ്ഞു പിന്നെ കൃഷ്ണൻ ഒരു കൊച്ചുകുട്ടിയാണ്. ബച്ചേക്കാ മുഖം ചെറു ചോട്ടാ ഹോ. കൊച്ചുകുട്ടിയുടെ മുഖം ബാബ പറഞ്ഞു ചെറുതായിരിക്കും. മുഖം ചോട്ടാ ബാത്ത് ബെടി യഹ് പരമാത്മാക്കിലേക്ക് കാണും. ബാബ പറഞ്ഞു ചെറിയ വായി വലിയ കാര്യം, അത് പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ബാബ ഗരീബ് നിവാസി. ബാബ പറയാണ് ഞാൻ ഇതൊക്കെ വിശ്വസിക്കുന്ന പാവങ്ങളും വലിയ വലിയ പണ്ഡിതന്മാർക്ക് അവർക്ക് ബുദ്ധിയുടെ ഇതുണ്ട്, സമ്പത്തുണ്ട്, സ്ഥൂലമായ സമ്പത്ത്. അവർ അവരുടെ അടുത്തുനിന്ന് ഞാൻ വരുന്നില്ല, ഞാൻ പാവങ്ങളുടെ കൂടെ. സബ്കോ കിതന സാഹൂക്കാർ ആക്കാർ ബനാ. ഞാൻ എത്രയോ പേരെ വന്നിട്ട് ഈ പാവങ്ങളെ പണക്കാരാക്കി മാറ്റി. പുരാനെ ശരീരമേ മാത്തേ. ഞാൻ വരുന്നത് നല്ലൊരു ശരീരത്തിൽ പോലെയല്ല, ഒരു പഴയ ശരീരത്തിലാണ്. തുമ്പി ഗരീബ് ഭാരത് ബി ഗരീബ് ഉൻകാഹി ബാബ ഗരീബ് നിവാസാക്കാർ ബനാത്തെ. നമ്മളും ഭാരതം ദരിദ്രരാണ്, ഈ ഭാരതവും ദരിദ്രരാണ്. ബാബ ഗരീബ് നിവാസ് വന്നിട്ട് മാറ്റിയെടുക്കുന്നത് ആരെയാണ്? നമ്മളെയാണ്. തും കാത്തേ ഹോ ബാബ നരകോ ആഖർ സ്വർഗ ബനാത്തേ ഹി. നമ്മൾ എന്താണ് പറയുന്നത്? ബാബ വന്നിട്ട് ഈ നരകത്തെ സ്വർഗമാക്കാണ്. ഇതിന് ബഡി ദുഃഖബാധ. ഇത് ആളുകൾക്കൊക്കെ മനസ്സിലാവും. വലിയ വലിയ പണ്ഡിതന്മാരും അവരോടൊന്നും പറഞ്ഞവർക്ക് അവർക്ക് ചേരി വരും. അവർക്ക് എത്ര വലിയ മുഖ്യമായ കാര്യമാണ്. कहते हैं भारत को स्वर्ग कैसे बनाएंगे, यह कैसे हो सकता है. അല്ലെ ഈ ഭാരതത്തെ എങ്ങനെ സ്വർഗമാക്കും, അതെങ്ങനെ നടക്കും? കോളേജ് ദേഖോ കൈസാ. ഈ കോളേജ് എങ്ങനെയുള്ളതാണ്? कौन पढ़ाते हैं, ആരാ പഠിപ്പിക്കുന്നത്? അത് കിതന ഉന്നിപ്പാത്തെ. സാധാരണക്കാർ പഠിക്കുന്നു ഒരു സാധാരണ വിദ്യാലയത്തിൽ. പക്ഷേ ഇതിൽ കൂടെ നമുക്ക് കിട്ടുന്ന പദവി എത്ര ഉയർന്നതാണ്. ബൈഡേ തും ദേഖോ കൈസേ ഹോ. പൗരോ നിങ്ങളിരുന്ന് നോക്കൂ എങ്ങനെയാണ്. വണ്ടർഹേന അത്ഭുതമല്ലേ ഇത്. കൽപ്പ് ഐസേഹി പോകുക. എല്ലാ കൽപ്പത്തിലും ഇതുപോലെ ഒരു പിടി മനുഷ്യര് വെറും സാധാരണക്കാര് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രദർശനമൊക്കെ സാധാരണമാണ്. ആളുകൾ എത്ര ഇതൊക്കെയാണ് ഭയങ്കര ആർഭാടമായിട്ടല്ല ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ബാബ പറയാണ് എത്ര എത്ര സാധാരണക്കാരാണ് നമ്മൾ, പക്ഷെ നമ്മൾ ഉയർന്ന പദവിൽ. വണ്ടർഹേന അത്ഭുതമല്ലേ. കൽപ്പ് ഐസേഹി പോകുക. കൽപ്പങ്ങളിൽ ആദ്യമായിട്ടുള്ള കൽപ്പം. शुरू से लेकर जो हुआ है बाप जैसे आया वही रिपीट होगा. ഈ യജ്ഞം എങ്ങനെ ആരംഭിച്ചു അതുപോലെ തന്നെ നടക്കും. ബാബ എങ്ങനെ വന്നു അവർ അത് വീണ്ടും ആവർത്തിക്കും. ഇൻകോ ബൈഡ് ശ്രമിച്ചാൽ ഇതൊക്കെ ഇരുന്നിട്ട് ബ്രഹ്മ ബാബയും നമ്മളെയും ശിവബാബ പഠിപ്പിക്കാം. തും അപ്നെ ജന്മം കോ നഹീം ജാനത്തെ ഹോ മേം ബതാതാ ഹൂം. ബാബ പറയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രഹ്മബാബയോട് പറയണം നിനക്ക് നിന്റെ ജന്മങ്ങൾ അറിയില്ല, ഞാൻ പറഞ്ഞു തരാം. നിശ്ചയബി ഉൻകോ ബൈഡേഗ ജിൻകോ കൽപ്പ പകലെ ബൈഡാ ഹോ. ഇതിന്റെ നിശ്ചയം ഇതായ എന്താണ് എല്ലാവരും ഇത് കേൾക്കാത്തത്, അല്ലെങ്കിൽ കേട്ടവർക്ക് എന്താ വിശ്വാസം വരാത്തത്? കഴിഞ്ഞ കൽപ്പത്തിൽ ആരുടെ തലയിൽ ഈ കാര്യങ്ങളെ കുറച്ചിരുന്നു. ബാബ പറയണം അവർക്കും ഈ കൽപ്പത്തിൽ നിന്ന് പഠനം മനസ്സിലാവൂ, വേറെ ആർക്കും മനസ്സിലാവില്ല. മായാബി കംനഹി. ഇനി മനസ്സിലാക്കിയാലും മായ അനുസാരമൊന്നുമല്ല, മായ അവിടെ കിടക്കാം. നിശ്ചയിക്കാർ അവരൊക്കെ നിശ്ചയം വിടാത്തെ ഗർഭി മായ സംശയ ബുദ്ധി ബനാതെ. ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ആർക്കും നിശ്ചയം വരും, എന്നിട്ടും മായ ഇളക്കി കളയുക. और फिर भी जो कोई संशय बुद्धि होकर गए हैं उनको फिर निश्चय बुद्धि में ले आते हैं. ബാബ പറയാണ് വീണ്ടും സംശയ ബുദ്ധികളായവരെ നമ്മൾ നിശ്ചയ ബുദ്ധികളാക്കണം. സമജ്മേ ആത്താ ഹേ കി
ബരോബർ ബാബാക്ക് നോളജ് വെടിയുമാണ്. നമുക്ക് ഇത് മനസ്സിലായി. തീർച്ചയായിട്ടും ബാബയുടെ ജ്ഞാനം വളരെ അത്ഭുതമാണ്. വളരെ സാധാരണക്കാരെ മനസ്സിലാകുന്നുള്ളൂ. മനസ്സിലായാൽ പോലും കുറച്ച് കഴിയുമ്പോൾ സംശയബുദ്ധി വരും. എന്തുകൊണ്ടെന്നാൽ മായ ശക്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻക്ക് ഗതിമത് ഭഗവാൻക്ക് ജ്ഞാനം. ഭഗവാന്റെ ഗതിയും മതിയും ഭഗവാനെ അറിയാൻ പാടില്ല. ഗരീബ് നിവാസ് ബാബർ കിത്തന സാഹൂക്കാർ വരാൻ. ആ ഗരീബ് നിവാസായ ബാബ വന്നിട്ട് നമ്മളെ എത്രയോ സമ്പന്നരാക്കി മാറ്റും. സാരെ വിഷിക്കോ പൾട്ട. ഈ ലോകത്തെ മുഴുവൻ ബാബ മാറ്റി മറിക്കും. ഉൻകോ റിജുവിനേറ്റ് കർ കായ കൽപ്പതരൂപി കർമ്മ. ബാബ ഈ ലോകത്തെ പുനരുദ്ധരിക്കും, കായ കൽപ്പതരുവാക്കി മാറ്റും. തുമാരി കായ കൈസി ഫസ്റ്റ് ക്ലാസ് ബൻ ജാതി. നമ്മുടെ ശരീരമൊക്കെ ഒന്നാം തരം ശരീരമായി മാറും. തും സമച്ചിത്തേഹോ ബരോബർ സത്യവുമേ ഹമാരി ആയു ബഡീതി. നമുക്ക് മനസ്സിലായി സത്യയുഗത്തിൽ നമുക്ക് ദീർഘായുസായിരുന്നു. 50 വയസ്സ് ആയുസ്സുണ്ടായിരുന്നു. ജരാന്തരകളില്ല, മരണഭയമില്ല. ഏക ശരീരം ചോട് ദൂസരാ ലേത്. ഒരു ദേഹം വിട്ട് അടുത്ത ദേഹം എടുക്കും. യഹം ദേഹത്തോ ക്യാ ഹാൽ ഹോകയ. എന്നാൽ ഇവിടെ നോക്കൂ, എന്തായി, എത്ര ഗതിയായി, എത്ര ഗതികേടായി. മൗത്തസെ ഡർത്തെ രഹത്തെ. എല്ലാവർക്കും മരണഭയമാണ്. തും ബച്ചും കോ സാക്ഷാത്കാർ ബി കരായ. ബാബു നമ്മൾ കുട്ടികളെ സാക്ഷാത്കാരങ്ങളൊന്നും കാണിച്ചു തന്നിട്ടുണ്ട്. तुम जंगल में जाते हो, कोई तुम्हारे सामने आते हैं तो उनको साक्षात्कार हो जाता है. एक तो देवी छट भाग जाती. ബാബയുടെ കുട്ടികൾ ആ സമയത്ത് കാട്ടിലേക്ക് പോകുമായിരുന്നു. മലയുടെ മുകളിലേക്കൊക്കെ തപസ് ചെയ്യാൻ പോകും. അപ്പോൾ ചില ആളുകള്, ചില മോശം ആൾക്കാര് അവരുടെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ദേവിയായിട്ട് കാണും. ഈ സിസ്റ്റേഴ്സിനെ ദേവിയായിട്ട് കാണും. അപ്പൊ അവർ പേടിച്ച് ഓടിക്കളയും. ബാബ ബച്ചും കി കിത്തനി സംഭാൽ കർത്തേ ഹേ, ഇസ്ലിയെ തുമാരാ നാം ശക്തിയം രഹാ ഹേ. ബാബ കുട്ടികളെ എത്ര സംരക്ഷിക്കുന്നു, ഏതെല്ലാം ആപത്തുകളിൽ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശിവശക്തി എന്ന പേര് വെച്ചിരിക്കുന്നത്. തുംസെ അവർ സബ് മനുഷ്യരെ. ബാബ പറഞ്ഞു മറ്റുള്ളവർ പേടിക്കും. അധർമ്മികളായിട്ട് വരുന്നവരെ നമ്മളെ കണ്ടിട്ട് പേടിച്ചു. കാളീസേക്കത്തിനായിട്ട് ഒരു കാളിയുടെ സാക്ഷാത്കാരം കിട്ടുകയാണെങ്കിൽ അസുരന്മാര് പേടിച്ചു പറയും. ഭയങ്കര രൂപത്തിൽ കാട്ടും. ഭയങ്കര രൂപമാണ് കാണിക്കുന്നത്. യഹ്ബി സാക്ഷാത്കാർ പോവുക, അതൊക്കെ സാക്ഷാത്കാരമാണ്. പോയി ചോർ സാമനെ ആത്താഹിയത്തോ കാളിക്കാ രൂപത്തേക്ക് ഭാഗജാത്ത. ഒരു കള്ളം പെട്ടെന്ന് സെന്ററിൽ കയറി വരും. ബാബ പറയും നമ്മൾ നല്ല യോഗയുക്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ കാളി രൂപ ഒരു കാണും. അത് പേടിച്ചു കൊടുക്കണം. ഇതിന് ഈ സമ്പാൽ രക്ഷാഭിക്കാൻ ബാബ എത്ര നമ്മളെ രക്ഷിക്കുന്നു. ഇസി ആരിൽ നിന്ന്? രാവണനിൽ. തുമക്കോ യുക്തിയാം ബദലാത്തെ രഹത്തെ. ബാബ നമുക്ക് നല്ല യുക്തികൾ പറഞ്ഞു തരികയാണ്. ബാക്കോ യാദ് കർത്തെ രഹേങ്കി തോ മായാ പാസ് ആനെ കാ നാം ഭി നഹീ മിലേഗി. ഇസ്ലിയെ ബാബ സമझाते अपने पास छात्र जरूर. ബാബയെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെ ഇന്നലെ ബാബ എന്താ പറഞ്ഞത്? ഒരു ബന്ധനത്തിൽ ബന്ധിക്കപ്പെടണം, ബാബയെ നിരന്തരം ഓർമ്മിക്കണം. അപ്പോൾ പഴയ വികർമ്മങ്ങൾ വിനാശമാകും, പുതിയ വികർമ്മങ്ങൾ ഉണ്ടാവില്ല, നമ്മൾ പാവനമായി. അപ്പൊ നിരന്തരം ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാബ പറയുകയാണ് കുട്ടികളെ തീർച്ചയായിട്ടും മായയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ ഓർമ്മയുടെ ചാർട്ട് വെക്കണം. തുമാരി റേസ്, ഇത് നമ്മളൊരു ഓട്ടപ്പന്തയമാണ്. റേസിബി ജബ് ഹോത്തി തോ ഉനംകി രേഖ കർണേ വാലേ ഭി ഹോത്തി. ഈ പന്തയമൊക്കെ വയ്ക്കുമ്പോൾ അവരെ നോക്കാനൊക്കെ പാലിക്കാനൊക്കെ ആളുണ്ടാവും. കഹം കൊയ് ഗഡബടുത്തോ നഹീ കർ. ആരും ഇടയ്ക്ക് വെച്ച് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. തുമക്കോ തോ ശ്രീമത് പർ ചലനാ ഹേ, ഇസ്ലിയെ ബാബ കഹത്തെ ഹേ പൂഛേ യാദ്. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഈ ഓട്ട മത്സരത്തിൽ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടക്കുക. ബാബ ഇതേ പറയുന്നുള്ളൂ, എന്നെ മാത്രം ഓർപ്പിക്കുക. മായ ബഹുത്ത് വികൽപ്പിലായി. മായ കണ്ടമാനം മോശമായ ചിന്തകൾ കൊണ്ടുവരും. സമझेंगे ആകെ തോ കബി ഐസെ ഖ്യാൽ ഭി നഹിമായി. അപ്പോൾ വിചാരിക്കും ഇതിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലായിരുന്നല്ലോ. അഭി ബൂഢാ ഹോക്കയ ഫിർഭി ഐസെ സങ്കല്പിക്കോ. വയസ്സായല്ലോ, എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചിന്തകൾ? സ്വപ്നി ബഹുത്ത് ആത്തെ രഹേങ്കി. ബാബയുടെ ചിന്തകൾ മാത്രമല്ല, വൃത്തിയായിട്ട സ്വപ്നങ്ങൾ വരും. മായക്കെ തൂഫാനും സെ ഡർന നഹി. മായയുടെ കൊടുങ്കാറ്റുകളിന് പേടിക്കണ്ട. കാം അഗ്നി സെ കബി ജലന നഹി. പക്ഷെ കാമ അഗ്നിയിൽപ്പെട്ട് കത്തിപ്പോകും. ബാബാനെ സമझाया है इस समय सब കാമചിത पर बैठ चल മരേഹെ. ബാബ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, ഈ സമയത്ത് എല്ലാവരും കാമചിതയിൽ നിന്ന് കത്തിപ്പോയി. ഗന്ധ കാർത്തേ ഹി രഹ്. എല്ലാവരും വളരെ മോശമായ പ്രവൃത്തികളാണ് ചെയ്യുന്നത്. വിലായത്തമേ 4-5 ബच्चे पैदा करने वालों को इनाम देते हैं. വിദേശത്തേക്കൊക്കെ 4-5 കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ആ അമ്മമാർക്കൊക്കെ സമ്മാനം കൊടുക്കാറുണ്ട്. അവിടെ കുട്ടികളില്ല, അവിടെ കുട്ടികൾ കൂടുതലാണ്. അഖ്ബാരമേ വൈസെ ബഹുത്ത് സമാചാർ ആത്തെ ഹെ. പേപ്പറിലേക്ക് ഇങ്ങനെയുള്ള ധാരാളം വാർത്തകൾ വരാറുണ്ട്. ബാബ തുമേ സാരി ദുനിയാക്ക സമാചാർ സുനാത്തെ ഹെ ക്യാ ക്യാ ഹോ രഹാ. ബാബ നമുക്ക് ഈ ലോകത്തിന്റെ മുഴുവൻ വിശേഷങ്ങൾ, വാർത്തകൾ കേൾപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്. വിട്ടും കുത്തും അത്യാവശ്യം ഒക്കെ വ്യാപിച്ചിരിക്കുകയാണ്. റേഡിയോ സേ ഭി മാലൂം പടുത്താ ഹെ കി കഹാം ജോസെ ലഡായി തോ നഹി പിടി. റേഡിയോ കൂടെ മനസ്സിലാക്കാൻ പറ്റും, എവിടെയും യുദ്ധമൊന്നും ശക്തമായിട്ട് പൊട്ടിപ്പറപ്പെട്ടിട്ടില്ല. അപ്പൊ തും ബच्चे जानते हो कि हम बहुत साहूकार बैठे. കുട്ടികളായി നമുക്കറിയാം
നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ സാധാരണ രീതിയിലാണ് പഠിക്കുന്നത്. പക്ഷേ ഈ പഠിത്തം കഴിയുമ്പോൾ നമ്മൾ അതീവ സമ്പന്നരായി മാറും. സ്വർഗക്കെ മാലിക് ബനത്തെ ഹെ, സ്വർഗത്തിന്റെ അധികാരികളാവും. പ്രജാപി വഹാം കെ ബഹുത് സാഹൂകാർ ഹോ, അവിടുത്തെ പ്രജകൾ വളരെ ധനവാന്മാരായിരുന്നു. ഉനके लिए भी कोई अप्राप्त वस्तु नहीं रहती इसके लिए ഇൻവെൻഷൻ ആദ്യം നിൽക്കാൻ അവർക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകും. ഒരു സാധനത്തിന് വേണ്ടി അവരാഗ്രഹിക്കും. അത്രയും സമ്പന്നരും സംതൃപ്തരുമാണ്. കൃഷ്ണ തോ ബഹുത് സാഹൂകാർ ഹെ, ശിവബാബ കെ പാസ് കോയി പൈസാ ദേ ഹെ ക്യാ. ശ്രീകൃഷ്ണൻ വളരെ സമ്പന്നനാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ശ്രീകൃഷ്ണന്റെ ശ്രീനാരായണൻ. പക്ഷെ ശിവബാബയ്ക്ക് പൈസ ഇല്ല. ശിവബാബ ഒരു പൈസ ഇല്ലാത്ത. കൃഷ്ണ തോ വൈകുണ്ഠ കാ മാലിക്, ശ്രീകൃഷ്ണൻ വൈകുണ്ഠത്തിന്റെ അധികാരിയാണ്. തും ജാനത്തെ ഹോ കി ഹമാരി എയിം ഒബ്ജക്റ്റ് കിത്തനി ബഡി, നമുക്ക് മനസ്സിലായി നമ്മുടെ ലക്ഷ്യം എത്ര ഉയർന്നതാണ്, എത്ര വലുതാണ്. യഹ് ലക്ഷ്മി നാരായൺ ബരോബർ മഹാരാജ മഹാറാണി ദേവ്. ഈ ലക്ഷ്മി നാരായണന്മാര് തീർച്ചയായിട്ടും ഇവിടുത്തെ മഹാരാജാക്കന്മാരും മഹാറാണിമാരുമായിരുന്നു. അഭിനഹി ഇപ്പല്ല. അബ് ഫിർ ബാപ്പ ഐസ ബനരാഹ, ഇപ്പോൾ ബ്രഹ്മാവ് പൂജയില്ലാത്ത ആൾ അല്ലെ, താടി വെച്ച് വൃദ്ധൻ സാധാരണക്കാരനാണ്. നമ്മൾ സാധാരണക്കാരൻ. ബാബ പറയാണ്, ബാബ നമ്മളെ അത്രയും സമ്പന്നരാക്കാണ്. യഹ് അബി കിത്തനെ ഗരീബ് കിത്തനെ സാഹൂകാർ. ഈ ബ്രഹ്മ ബാബ എത്ര ധനാഢ്യനായിരുന്നു സ്വർഗത്തിൽ, ഇപ്പോൾ എത്ര ദരിദ്രനായി. തുമക്കോ ഈ ലക്ഷ്മി നാരായൺ കി ഹിസ്റ്ററി ജോഗ്രഫിക്കോ പതാ, ഇപ്പോൾ നമുക്ക് ഈ ലക്ഷ്മി നാരായണന്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ മനസ്സിലായി. ഐസ കൊയ് മനുഷ്യ ഹോഗ ജിസ്കോ അപ്പനെ 84 ജന്മം കാ പതാ, തന്നെ 84 ജന്മങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യർ ഇവിടെ ഉണ്ടാവില്ല. അഭി തുമേ കിത്തനെ ഊഞ്ച ശിക്ഷ മിൽ, ഇപ്പോൾ നമുക്ക് എത്ര ഉയർന്ന ശിക്ഷണമാണ് കിട്ടുന്നത്. ബദാനെ വാല ഹായ് ഹി എക്, ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരേ ഒരു ബാബയേ ഉള്ളൂ. ഉൻകെ ലിയേ മന്ദിർ ബനത്തെ ഹെ, ആ ബാബയ്ക്ക് വേണ്ടി അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തും കഹേംഗെ ഹംനെ രാജ്യ കിയാ ഥാ ഹമാരെ കിത്തനെ മന്ദിർ ബനെ, നമ്മളും രാജ്യം ഭരിച്ചവരാണ്, നമുക്ക് എത്ര അമ്പലങ്ങളുണ്ട്. സാരാ ദിൻ ഇൻ ബാത്തോം മേ ഭ്രമൺ കർത്തെ അക്ഷര രഹനാ ചാഹിയെ, ദിവസം മുഴുവൻ ഈ വക കാര്യങ്ങൾ ചിന്തിച്ച് നമ്മൾ ആനന്ദമായിട്ട്. अच्छा मीठे मीठे सिकिलते बच्चों प्रति माता पिता बाप दादा का याद प्यारा गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണകളുടെ പ്രധാന കാര്യങ്ങൾ: മായയുടെ കൊടുങ്കാറ്റുകളിൽ പേടി, ഓർമ്മയുടെ മത്സരം ചെയ്യും, ഓർമ്മയുടെ ചാർട്ട് വയ്ക്കും. ഓർമ്മയാണ് നമുക്ക് സേഫ്റ്റിക്കുള്ള സാധനം, സുരക്ഷിതത്തിനുള്ള വഴി ബാബയുടെ ഓർമ്മ. ശ്രീമത്തിലൂടെ നമ്മൾ ശ്രേഷ്ഠ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അൺനോൺ എന്നാൽ വെരി വെൽ നോൺ വാരിയേഴ്സ് ആണ്. ഈ ആത്മീയ ലഹരിയിൽ നമുക്ക് കഴിയും. ബാബയുടെ ശ്രീമത്തിലൂടെ ശ്രേഷ്ഠ രാജധാനി ഭൂമിയിൽ സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വളരെ ഗുപ്തമാണ്, അൺനോൺ ആണ്. പക്ഷെ നാളെ നമ്മൾ വെരി വെൽ നോൺ ആവും. ഈ ലഹരിയിൽ ഇന്നത്തെ വരുന്നത്. परमात्मा प्यार की शक्ति से असंभव को संभव करने वाले പദമാപദം ഭാഗ്യവാൻ. പരമാത്മാ സ്നേഹത്തിന്റെ ശക്തിയിലൂടെ അസംഭവ്യമായ കാര്യത്തെ സംഭവ്യമാക്കി മാറ്റുന്ന പദം കോടി മടങ്ങ് ഭാഗ്യവാനായി. പരമാത്മാ സ്നേഹത്തിന്റെ ശക്തിയിലൂടെ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യത്തെ നടത്തിക്കുന്നു. ബാബയുണ്ട്, നടത്തിക്കുന്ന കോടി മടങ്ങ് ഭാഗ്യശാലിയായി. പദം ഭാഗ്യവാൻ ബച്ചെ സദാ പരമാത്മ പ്യാർമേ ലവില്ല. ഈ പദം ഭാഗ്യശാലികളായ കുട്ടികൾ സദാ ബാബയുടെ സ്നേഹത്തിൽ അങ്ങനെ ദയിച്ചിരിക്കും. പരമാത്മ പ്യാർ की शक्ति किसी भी परिस्थिति को श्रेष्ठ स्थिति में बदल. പരമാത്മ സ്നേഹം നമുക്കുണ്ടെങ്കിൽ, പരമാത്മ സ്നേഹത്തിന് ഒരു ശക്തി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏത് പരിസ്ഥിതിയെയും ബാബ പറയണം ശ്രേഷ്ഠ സ്വസ്ഥിതി കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. അസംഭവ കാര്യം ഈ സംഭവം നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം പോലും ബാബ പറയണം നടക്കും. बाबा स्नेह लയിച്ചിരുന്ന मुश्किल सहज हो जाता है क्योंकि बाप दादा का वायदा है हर समस्या को पार करने में बात रही. എത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും. എന്തുകൊണ്ടെന്നാൽ ബാബ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഏത് സമസ്യകളും മറികടക്കുന്നതില് പ്രീതിയുടെ രീതി, ബാബയുടെ പ്രീതി അത് പാലിച്ചാൽ മാത്രം മതി. लेकिन कभी कभी प्रीति करने वाले नहीं बनना, सदा प्रीति निभाने वाले बन. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സ്നേഹിക്കുന്നവരാണ്, എപ്പോഴും സ്നേഹിക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ബാബയെ മുട്ടിപ്പായിട്ട് വിളിക്കുക, ബാബ എന്ന് പറഞ്ഞു നടക്കുക. അതുപോലെ സദാ നമ്മൾ ബാബയുടെ കാര്യത്തിൽ, ബാബയുടെ സ്നേഹത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ബാബ പറയണം ഓട്ടോമാറ്റിക്കലി അല്ലെ ഏത് സമസ്യകളെയും നമുക്ക് മറികടക്കാം. നേരത്തെ പറഞ്ഞ കാളിയുടെ സാക്ഷാത്കാരം എന്ത് കൊടുത്തിട്ടാണെങ്കിലും ബാബ നമ്മളെ രക്ഷിച്ചോളും.
അങ്ങനെയുള്ളവര് ഭാഗ്യശാലി. ശ്ലോകം अपने श्रेष्ठ कर्म व श्रेष्ठ चलन द्वारा दुआएं जमा कर लो तो पहाड़ जैसी बात भी कोई के समान അനുഭവം. തന്റെ ശ്രേഷ്ഠ കർമ്മത്തിലൂടെയും തന്റെ ശ്രേഷ്ഠ പെരുമാറ്റങ്ങളിലൂടെയും അനുഗ്രഹങ്ങൾ സമ്പാദിക്കുമെങ്കിൽ പർവ്വതം പോലുള്ള പ്രശ്നങ്ങൾ പോലും അടുക്കമണിക്ക് സമാനം. നേരത്തെ ആദ്യം പറഞ്ഞ പരിധാനത്തിൽ പറഞ്ഞ എന്താണ്? നമ്മള് ബാബയുടെ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. ബാബയുടെ എല്ലാ കാര്യങ്ങളും നിർമ്മിക്കുന്നത് നടന്നു. അതിന്റെ കൂടെ ബാബ ഒരു കാര്യം കൂടി ചേർത്ത് എന്താണ്? മറ്റുള്ളവരുടെ അനുഗ്രഹം കൂടി വാങ്ങിക്കണം, അല്ലെ? മറ്റുള്ളവർക്കും കൂടി ബാബയുടെ പരിചയം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ബാബ പറയാണ്, നമ്മുടെ കർമ്മത്തിലൂടെയും നമ്മുടെ പെരുമാറ്റത്തിലൂടെയും അനുഗ്രഹങ്ങൾ ശേഖരിക്കുമ്പോൾ പർവ്വതം പോലെ നമുക്ക് തോന്നുന്ന പ്രശ്നങ്ങൾ വെറും പന്നിക്ക് സമാനമായി. ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ ഡബിൾ ശ്രദ്ധാജാകുന്നതിന് ഡബിൾ ഹിംസ ഉപേക്ഷിക്കും. അൺനോൺ ബാരിയേഴ്സായി മായാശത്രുവിനെ നമ്മൾ വിജയം. പിന്നെ ബാബ എന്താ പറഞ്ഞത്? ബാബയെ കുറിച്ചാണ് ഒരു ചൊല്ലുള്ളത്, വലിയ വലിയ വാക്കുകൾ ചെറിയ മായ. ഒരു സാധാരണ ശരീരത്തിലിരുന്ന് ബാബ നമ്മളെ പഠിപ്പിക്കാം. ആള് ഒരു നാമഗ്രാമിയാണ്, ഗാന്ധിയോ ശങ്കരാചാര്യോ സാധാരണ മനുഷ്യൻ. ആ മനുഷ്യന് കൂടിയവരും വെറും സാധാരണക്കാർ. ഇതിൽ തന്നെ ഭൂരിഭാഗം സ്ത്രീകളാണ്. അപ്പൊ ബാബ പറയുന്നത്, നമ്മളും ബാബ പറഞ്ഞ കേട്ട ആളുകളോട് പറയുന്നത്, ഞങ്ങൾ രാവണ യുദ്ധത്തിലാണ്, ഞങ്ങൾ യുദ്ധസ്ഥലത്താണ്, ഞങ്ങൾ ഈ ഭൂമിയെ മാറ്റി തീർക്കുക തന്നെ ചെയ്യും, ഞങ്ങൾ ഇവിടെ സ്വർഗം പണിയും. അവർ ആളുകൾ ചിരിക്കും. ചെറിയ ആളുകളാണല്ലോ വലിയ കാര്യമാണല്ലോ പറയുന്നത് പറയും. ചെറിയ വായ വലിയ വായ. പക്ഷെ ബാബ പറയാണ്, ധൈര്യമായിട്ട് പറഞ്ഞുകൊള്ളുക. എന്തുകൊണ്ടാൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാഭാരതം നടന്നു, അത് വീണ്ടും നടന്നു. ബാബ വന്നിട്ടുണ്ട്, ഈ ജ്ഞാനം പരന്നിട്ടുണ്ട്, അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാബ പറയാണ്, ഇതെല്ലാം ആവർത്തനത്തിന്റെ രഹസ്യം ശാസ്ത്രങ്ങളിലില്ല, വിദ്വാൻമാർക്ക് അറിയും, അത് ബാബയ്ക്ക് മാത്രം. ഈ സമയത്ത് ബാബ വന്നിട്ട് നമുക്ക് ഈ ആവർത്തനത്തിന്റെ രഹസ്യം പറഞ്ഞവരാണ്. 5000 കൊല്ലങ്ങൾക്ക് ശേഷം മഹാഭാരതത്തിൽ നടക്കും, ഭൂമി സ്വർഗമാകും, ക്രിസ്തു പിന്നെയും വരും. ബാബ പറയാണ്, ഇതെല്ലാം വീണ്ടും താണു പോകും, ബാബ വരും, എല്ലാത്തിനെയും ധരിച്ചിടും. എല്ലാത്തിനെയും ബാബ ഉയർത്തിയിടും. ദേവതകളെ മാത്രമല്ല, എല്ലാവരെയും അവരുടെ പൊസിഷനിലേക്ക് ബാബ ചെയ്യും. ദിവസം മുഴുവൻ ഈ കാര്യങ്ങളോട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. ബാബ പറയാണ്, ആർക്കും തന്നെ ലോകത്താർക്കും തന്നെ 24 ജന്മങ്ങളെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മായ കൊടുങ്കാറ്റുകൾ വരും. വയസ്സായാൽ പോലും ബാബയുടെ കണ്ണിൽ കണ്ട ചിന്തകൾ വരും. കർമ്മത്തിലേക്ക് വരരുത്. ബാബ പറയാണ്, മായയുടെ കൊടുങ്കാറ്റുകളിൽ ഭയപ്പെടാതെ നമ്മൾ ബാബയെ ഓർമ്മിക്കുകയും എത്ര സമയം ഞാൻ ബാബയെ ഓർമ്മിക്കേണ്ടത് നമ്മൾ ഒന്ന് നോക്കുകയും ചെയ്യും. നമ്മൾ ബാബയുടെ ശ്രീമത്തിലൂടെ ശ്രേഷ്ഠദാനി സ്ഥാപിക്കുകയാണ്. നമ്മൾ നാളെ അറിയപ്പെടും, എന്നറിയപ്പെടാത്തവരാണ്. ഈ ആത്മീയ ലഹരിയിൽ നമ്മൾ കഴിയും. ഇവിടെ നമുക്ക് സേവ ചെയ്യാൻ പറ്റും. പ്രധാനത്തിൽ എന്താ പറഞ്ഞ്? പരമാത്മ സ്നേഹത്തിൽ നമ്മൾ ലയിച്ചിരിക്കുകയാണെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളും നടക്കും. പക്ഷെ അപ്പോഴത്തേക്കുള്ള സ്നേഹമായിരിക്കരുത്, നടന്നാലുള്ള സ്നേഹം മാത്രമായിരിക്കും. സദാ സ്നേഹത്തിൽ ലയിച്ചു. ശ്ലോകനിൽ എന്താ പറഞ്ഞ്? തന്റെ ശ്രേഷ്ഠ കർമ്മത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും അനുഗ്രഹങ്ങൾ പ്രാപ്തമാക്കുമ്പോൾ പർവ്വതം പോലെ വരുന്ന പ്രശ്നങ്ങൾ പോലും കടുകുപിടിക്കും. അതായത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അല്ലെ, എല്ലാവരും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഏറ്റവും വലിയ കാര്യം എന്താണ്? ബാബയുടെ ജ്ഞാനം കൊടുക്കും. ജ്ഞാനം കൊടുക്കുമ്പോൾ അവരുടെ അനുഗ്രഹം കിട്ടും, ബാബയുടെയും. നമുക്ക് ഒരു മിനിറ്റ് ബാബ.